ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് മാധവിക്കുട്ടിയുടെ ചേക്കേറുന്ന പക്ഷികൾ എന്ന കഥാസമാഹാരത്തിലെ ആദ്യത്തെ കഥയായ ചേക്കേറുന്ന പക്ഷികൾ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ആ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സ്റ്റാറ്റസുകളും കഥകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി കഥയിലേക്ക് പോകാമല്ലേ. ചേക്കേറുന്ന പക്ഷികൾ. സന്ധ്യയ്ക്ക് കുറച്ചു മുമ്പാണ് ഒരു വെളുത്ത അംബാസഡർ കാർ കോവിലകത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിയത്. ഉണ്ണിരാജ തനിച്ചായിരുന്നു. ഭാര്യയും മക്കളും പേരക്കിടാങ്ങളും അവരുടെ തറവാട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ പോയിരുന്നു. വേലക്കാരുടെ ബഹളം പിന്നിൽ നിന്ന് ഇടയ്ക്കിടെ കേൾക്കാമായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങി തൻ്റെ നേർക്ക് നടന്നു വരുന്ന സ്ത്രീയെ കണ്ട് ഉണ്ണിരാജ അതിശയിച്ചു. ഉമയോ? 30ഓളം വർഷങ്ങൾക്ക് ശേഷം താൻ വീണ്ടും അവളെ കാണുകയാണോ? അവൾ ആകെ മാറിക്കഴിഞ്ഞു. തേയ്മാനം സംഭവിച്ച ചന്ദ്രക്കല പോലെയായല്ലോ ഉമ. പണ്ടത്തെ മാദക സൗന്ദര്യം എവിടെ പോയി? മെലിഞ്ഞു വിളർത്ത ഈ സ്ത്രീയാണോ ഒരിക്കൽ തൻ്റെ പ്രേമഭാജനമായിരുന്ന ഉമാദേവി? ഉമയ്ക്ക് വഴിതെറ്റിയോ? എന്താ ഇവിടേക്ക് വരാൻ തോന്നിയത്? അയാൾ ചോദിച്ചു. പൂമുഖത്തിൻ്റെ ചവിട്ടുപടിമേൽ നിന്നുകൊണ്ട് അവൾ അയാളെ ഉറ്റുനോക്കി. നരകയറിയ മുടി, ക്ഷൗരം ചെയ്യാൻ വൈകിച്ചതിനാൽ താടിമേൽ വളർന്ന കുറ്റിരോമങ്ങൾ, ഉണങ്ങി വരണ്ട ചന്ദനഗോപി, മുഷിഞ്ഞ പൂണൂൽ. അവൾ കണ്ണിറുക്കി പുഞ്ചിരി തൂക്കി. തമ്പുരാന് മാറ്റമൊന്നുമില്ല, അവൾ പറഞ്ഞു. എന്നു മുതൽക്കാണ് ഞാൻ ഉമയ്ക്ക് തമ്പുരാനായത്? എന്നെ ഉണ്ണി എന്ന് വിളിക്കുന്ന ഏക നായർ സ്ത്രീ ഉമയായിരുന്നു, ഓർമ്മയില്ലേ? അയാൾ ചോദിച്ചു. അവൾ പൊട്ടിച്ചിരിച്ചു. അവളുടെ പൊട്ടിച്ചിരിക്ക് 30 വർഷക്കാലം യാതൊരു മാറ്റവും വരുത്തിയിരുന്നില്ല. ഒരിക്കൽ അവളുടെ പൊട്ടിച്ചിരി കേട്ട് താൻ എത്ര അസൂയപ്പെട്ടിട്ടുണ്ട് എന്നയാൾ ഓർമ്മിച്ചു. നഗരത്തിൽ നിന്ന് വേനലവധിക്ക് മാത്രം ഗ്രാമത്തിലെ തറവാട്ടിലെത്തുന്ന ആ ധനിക ബാലിക എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ടേയിരുന്നു. ലോകം തന്നെ ചിരിപ്പിക്കുവാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചതാണെന്ന നാട്യമായിരുന്നു അവൾക്ക്. തൻ്റെ കോവിലകത്ത് വേട്ടക്കാരൻ പാട്ട് നടക്കുമ്പോൾ ഗാംഭീര്യമുള്ള ആ നിശ്ചലത ഭേദിച്ചുകൊണ്ട് ഉമ ചിരിച്ചു. അവളുടെ മുത്തശ്ശി ശകാരിച്ചപ്പോൾ അവൾ പറഞ്ഞു, എനിക്ക് ചിരി വരുന്നു, ഞാനെന്താ ചെയ്യുക? വർഷത്തിലൊരിക്കൽ അവൾ വരുമ്പോൾ മാത്രമേ താൻ ജീവിക്കുന്നു എന്ന തോന്നൽ അയാൾക്ക് ലഭിച്ചുള്ളൂ. അവളുടെ പട്ടുകുപ്പായങ്ങൾ, അവളുടെ ഇംഗ്ലീഷ് വാക്കുകൾ കൂട്ടിക്കലർത്തിയ കൊഞ്ചലുകൾ, അവളുടെ പൊട്ടിച്ചിരികൾ, അവ അയാളുടെ ജീവിതത്തിന് മോടികൂട്ടി. അവൾക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പായി മാറി അയാളുടെ ജീവിതം. ഉണ്ണി എന്നോട് ഇരിക്കാൻ പറയാത്തത് എന്താണ്? ഭാര്യ കോപിക്കുമെന്ന് പേടിയുണ്ടോ? ഉമ ചോദിച്ചു. ഏയ്, ഞാൻ പറഞ്ഞില്ലെങ്കിലും ഉമയ്ക്ക് ഇവിടെ ഇരിക്കാൻ അധികാരമുണ്ട്. ഇവിടെ ആരുമില്ല. അവളുടെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. 3 ഓണത്തിന് ശേഷം മടങ്ങും, അയാൾ പറഞ്ഞു. ഞാൻ ഗുരുവായൂർ ഭജിക്കാൻ വന്നതാ. ഒരു ഹോട്ടലിൽ മുറിയെടുത്തു. 7 ദിവസം മനസ്സിരുത്തി ഭജിക്കാൻ പറഞ്ഞു എല്ലാവരും, അവൾ പറഞ്ഞു. അവളുടെ പുഞ്ചിരി അവിശ്വാസിയുടെ പുഞ്ചിരിയായിരുന്നു. എന്തിനേയും നിരന്തരം ചോദ്യം ചെയ്യുന്ന ഒരു യുക്തിവാദിയുടെ പുഞ്ചിരി. ഉമയ്ക്ക് അമ്പലങ്ങളിൽ വിശ്വാസമില്ലെന്ന് ഞാൻ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്, അയാൾ പറഞ്ഞു. എനിക്ക് ക്യാൻസറിലും വിശ്വാസമുണ്ടായിരുന്നില്ല, അത് എന്നെ ബാധിക്കുന്നത് വരെ, അവൾ പറഞ്ഞു. ആ നിമിഷത്തിൽ അവളുടെ ചിരി തന്നെ കഠിനമായി വേദനിപ്പിക്കുന്നുവെന്ന് അയാൾക്ക് തോന്നി. തനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് പ്രസ്താവിക്കുമ്പോൾ അവൾക്ക് കരയാമായിരുന്നു. ആ കരച്ചിൽ തൻ്റെ ഹൃദയത്തെ ഇത്ര കണ്ട് മതിക്കുമായിരുന്നില്ല. ഞാൻ ഉമയ്ക്ക് വേണ്ടി നാളെ തന്നെ ഒരു മൃത്യുഞ്ജയ ഹോമം നടത്തിക്കാം. ഉമയ്ക്ക് സുഖം കിട്ടും, എനിക്ക് തീർച്ചയുണ്ട്, അയാൾ പറഞ്ഞു. മരിച്ചാലും ഒരു തരം സുഖം കിട്ടും ഉണ്ണി, ഉമ പറഞ്ഞു. മരിക്കേണ്ട പ്രായമായിട്ടില്ല, അയാൾ പറഞ്ഞു. അവൾ തൻ്റെ ചുറ്റുപാടും അലസമായി കണ്ണോടിച്ചു. തെങ്ങിൻ തോപ്പുകൾക്കും പാടങ്ങൾക്കുമപ്പുറം ചക്രവാളം ചുവന്നിരിക്കുന്നു. പാമ്പിൻ രാവിലെ ഇലഞ്ഞിക്ക് മീതെ വിളർത്ത ഒരു നക്ഷത്രം ഉദിച്ചു കണ്ടു. ആദ്യത്തെ നക്ഷത്രം, അവൾ മന്ത്രിച്ചു. അതെ, വ്യാഴം, അയാൾ പറഞ്ഞു. ഉണ്ണിക്ക് ഓർമ്മയില്ലേ, ഞാൻ വ്യാഴ നക്ഷത്രത്തിനെ നോക്കി ഒരു ശ്ലോകം ചൊല്ലിയിരുന്നത്? അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി 41 ദിവസം ഞാൻ ആ ശ്ലോകം ചൊല്ലി, മനസ്സിരുത്തി ചൊല്ലി. എന്നിട്ടോ? എനിക്കൊന്നും കിട്ടിയില്ല, ഉമ പറഞ്ഞു. ഉമയ്ക്ക് എന്താണ് കിട്ടാഞ്ഞത്? എല്ലാം കിട്ടിയല്ലോ. വേണ്ടത്ര ധനം, പ്രസിദ്ധി, ഇനി എന്തു വേണം? അയാൾ ചോദിച്ചു. ഉമ പടിഞ്ഞാട്ട് നോക്കിക്കൊണ്ട് നിശ്ചലയായിരുന്നു. അവളുടെ കണ്ണുകൾ അസ്തമയത്തിൻ്റെ ചുവപ്പ് സന്ധ്യയ്ക്ക് വെച്ച തിരിയുന്ന പോലെ പ്രകാശിച്ചു. വിളക്ക് വെച്ച കവാടങ്ങളായി മാറി ആ ക്ഷീണിച്ച കണ്ണുകൾ. സംസാരിക്കുവാൻ ശ്രമം നടത്തിയപ്പോൾ അയാളുടെ തൊണ്ടയിടറി. ഇത്രയേറെ ബഹുമതികൾ ലഭിച്ച ഒരു എഴുത്തുകാരി കേരളത്തിലുണ്ടോ? അയാൾ ചോദിച്ചു.
രത്നാഷ്ടാവത വസ്ത്രരാശിമമലം ദാക്ഷാൽക്കിരന്തം കരാ ദാസീനം വിപണൗകരം നിതദതം രത്നാദിരാശൗപരം പീതലാഭേന പുഷ്പവസ്ത്രമഖിലാലങ്കാരസംഭൂഷിതം വിദ്യാസാഗരപാരംഗം സുരഗുരും വന്ദേ സുവർണപ്രഭാം. ഉമ ഒരു മൃദുസ്വരത്തിൽ ചൊല്ലി. ഉമ ഒന്നും മറന്നിട്ടില്ല. പഠിച്ച ശ്ലോകങ്ങളും സ്തോത്രങ്ങളും ഒന്നും ഉമ മറന്നിട്ടില്ല. അത്ഭുതം തന്നെ, അയാൾ പറഞ്ഞു. അർത്ഥം മനസ്സിലാക്കാതെ ചൊല്ലിത്തുടങ്ങി. എല്ലാം കാണാപ്പാടമായി. അർത്ഥം മനസ്സിലാകാത്ത ഒരു ചൊല്ലിയാട്ടമായിരുന്നു എൻ്റെ ജീവിതം. ഞാനൊരു യന്ത്രപ്പാവയായി തീർന്നു. ഉമ്മ പറഞ്ഞു. എനിക്ക് ഈ ഗ്രാമത്തിൽ തന്നെ ജീവിക്കുവാനാണ് ആഗ്രഹമുണ്ടായിരുന്നത്. കിരിയത്തെ നായന്മാരുടെ പാരമ്പര്യം തുടർന്നുകൊണ്ട് ഇവിടെ കഴിയുവാൻ ഞാൻ മോഹിച്ചു. ഞങ്ങളുടെ വംശത്തിൽപ്പെട്ട പെൺകുട്ടികൾ പൂണൂലുള്ളവരെ മാത്രം ഭർത്താക്കന്മാരായി സ്വീകരിച്ചു. സമൂഹം ഞങ്ങൾക്ക് വിധിച്ച ജീവിതം എനിക്ക് തൃപ്തികരവുമായിരുന്നു. ഉച്ചയ്ക്ക് ഉറങ്ങുക, വൈകുന്നേരം 4 ദിക്കിലും തിരികൾ കത്തിച്ചു വയ്ക്കുക, കുഞ്ഞുങ്ങളെ പ്രസവിക്കുക, പ്രഭാതത്തിന് മുൻപ് ഭർത്താവിനെ യാത്രയാക്കുക. ആ ജീവിത രീതി എനിക്ക് മതിയായിരുന്നു. ഉമ തുടർന്നു. അയാൾ പെട്ടെന്ന് അസ്വസ്ഥനായി. എന്തൊക്കെയാണ് ഉമ പറഞ്ഞു വരുന്നത്? അവളെ വിശ്വസിക്കുവാനുള്ള ധൈര്യം കൂടി തനിക്കില്ലെന്ന് അയാൾക്ക് തോന്നി. ഒരിക്കൽ ഉമയ്ക്ക് ഈ കുഗ്രാമത്തോട് കലശലായ പുച്ഛമായിരുന്നുവല്ലോ. കക്കൂസിൽ പോവാതെ പറമ്പിൽ കൂവച്ചെടികൾക്കിടയിലിരുന്ന് വിസർജനം നടത്തുന്നവരെ പറ്റി പറഞ്ഞു ഉമ ചിരിക്കാറില്ലേ? ചിരിച്ചിരിക്കാം, പക്ഷേ ആ ചിരി പരിഹാസച്ചിരിയായിരുന്നില്ല. എൻ്റെ ആത്മാവിൻ്റെ വളർത്തമ്മ എന്നും എന്നും ഈ ഗ്രാമമാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഞാനൊരു നാഗരികാംഗനയായി ജീവിക്കണമെന്ന് ശഠിച്ചത് അച്ഛനായിരുന്നു. അച്ഛൻ എനിക്കായി തിരഞ്ഞെടുത്ത ഭർത്താവിനും അതുതന്നെയായിരുന്നു ആഗ്രഹം. ഞാൻ അഭിനയിച്ച് അരങ്ങ് തകർത്തു. ഉമ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ ചിരിക്കുമ്പോഴും സംസാരിക്കുമ്പോഴും കിതയ്ക്കുന്നതായി അയാൾക്ക് തോന്നി. ആ കിതപ്പ് അവളുടെ സ്വരത്തെ ആക്രമിച്ച് തകർക്കുന്നു. ഉമയ്ക്ക് കുടിക്കുവാൻ ജീരകവെള്ളം തരട്ടെ, അതോ സംഭാരം വേണോ? നാരകത്തിൻ്റെ ഇല ചതച്ചിട്ട് സംഭാരം ഉമ കുട്ടിയായിരുന്നപ്പോൾ എന്നും കുടിക്കുമായിരുന്നു. അതൊക്കെ ഞാൻ മറന്നിട്ടില്ല, അയാൾ പറഞ്ഞു. സംഭാരവും ജീരകവെള്ളവും ഈ നേരത്ത് ഞാൻ കുടിക്കാറില്ല, അവൾ പറഞ്ഞു. പിന്നെ ഈ നേരത്ത് എന്ത് കഴിക്കാനാണ് ഉമയ്ക്ക് ആഗ്രഹം? അയാൾ ചോദിച്ചു. ഞാൻ സന്ധ്യയ്ക്ക് ഷെറി കുടിക്കും. ആകാശത്തിൽ പക്ഷികൾ ചേക്കേറുവാൻ ധൃതിയിൽ പറക്കുന്നത് കാണുമ്പോൾ ഞാൻ ദുഃഖിതയാവാറുണ്ട്. എനിക്ക് ചേക്കേറുവാൻ ഇടമില്ലല്ലോ. കാമത്തിൻ്റേതല്ലാത്ത മഞ്ചത്തിൽ വിശ്രമിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. സന്ധ്യയ്ക്ക് എനിക്ക് ഷെറി കുടിക്കണം, അല്ലെങ്കിൽ വെളുത്ത വൈൻ, ഉമ പറഞ്ഞു. അയാൾ വീണ്ടും അസ്വസ്ഥനായി. തൻ്റെ മുഖം ഇരുട്ടിലാക്കിക്കൊണ്ട് അയാൾ ഉലാത്തി തുടങ്ങി. ഉമ്മയ്ക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം, അയാൾ പറഞ്ഞു. എനിക്ക് എന്ത് സഹായമാണ് ഉണ്ണി ചെയ്തു തരിക? കഴിഞ്ഞുപോയ യൗവനം മടക്കി കിട്ടില്ലല്ലോ. ഭർത്താവിൻ്റെ ഹിതത്തിന് വിപരീതമായി ഞാൻ ഒരിക്കലും പ്രവർത്തിച്ചിട്ടില്ല. ആജ്ഞയുടെ ചരടാൽ അദ്ദേഹം എൻ്റെ ചലനങ്ങളെ നിയന്ത്രിച്ചു. പ്രീതിപ്പെടുത്തേണ്ടവരെ പ്രീതിപ്പെടുത്താൻ ഞാൻ സന്നദ്ധയായി. കാമം മൂത്ത് മത്തുപിടിച്ചവരിലും ഞാൻ പ്രേമമുണർത്തി. അത്തരം അനർഘ നിമിഷങ്ങളിൽ ഞാൻ ഭർത്താവിൻ്റെ കൽപ്പനകളിൽ നിന്നും സ്വല്പം വ്യതിചലിച്ചിരിക്കാം, ഉമ പറഞ്ഞു. ഉമേ, നിർത്തൂ. ഇതൊന്നും കേൾക്കുവാനുള്ള മനഃശക്തി എനിക്കില്ല. ഞാൻ ഒരു പാവം ഗ്രാമീണൻ, ഉമയെ ജീവനിലും ഉപരി സ്നേഹിച്ചു വളർന്നവൻ, ഒരു വിവാഹാഭ്യർത്ഥന നടത്തുവാൻ ധൈര്യം കിടക്കാത്തവൻ, അയാൾ ഗദ്ഗതത്തോടെ പറഞ്ഞു. വരൂ, എൻ്റെ അടുത്തേക്ക് വരൂ, അവൾ വിളിച്ചു. അയാൾ അവളുടെ അടുത്ത് ചെന്ന് വെറും നിലത്തിരുന്നു. അവൾ അയാളുടെ നരകയറിയ മുടിയിഴകൾ ഒതുക്കി. ധൈര്യം കിട്ടാത്തത് നന്നായി. എൻ്റെ അച്ഛൻ ഉണ്ണിക്ക് എന്നെ കൊടുക്കുമായിരുന്നില്ല. എന്നെ നഗര സംസ്കാരത്തിന് ബലി കൊടുക്കുവാൻ അച്ഛൻ എന്നെ തീർച്ചയാക്കിയിരുന്നു, അവൾ പറഞ്ഞു. ഉമയെപ്പറ്റി പത്രങ്ങളിലും വാരികളിലും അച്ചടിച്ചു വന്ന വൃത്താന്തങ്ങൾ ഞാൻ കൗതുകത്തോടെ വായിച്ചു, വിസ്മയത്തോടെ വായിച്ചു. ഉമയുടെ ജീവിതം ഒരു വൻ വിജയമാണെന്ന് ഞാൻ കരുതി. അതുകൊണ്ടാവാം ഞാനിപ്പോൾ ഇത്ര കണ്ട് ദുഃഖിക്കുന്നത്, അയാൾ പറഞ്ഞു. പരമ്പരാഗതമായ ഒരു ജീവിതശൈലി സമൂഹം നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കും. അത് സ്വീകരിക്കാതെ മറ്റൊന്ന് അംഗീകരിച്ചാൽ ജീവിതം വിജയിക്കില്ല. എനിക്ക് ധനമോ പ്രശസ്തിയോ ആവശ്യമുണ്ടായിരുന്നില്ല ഉണ്ണി, അവൾ മന്ത്രിച്ചു. കാറിലിരുന്നു കൊണ്ട് ഡ്രൈവർ ഹോണടിച്ചു. ടാക്സി ഡ്രൈവർക്ക് ക്ഷമ നശിച്ചിരിക്കണം. ഞാൻ പോട്ടെ, നാളെ മുതൽ ഭജനം. ഭക്തിയില്ലാത്തവളുടെ ഭജനം കൊണ്ട് ഗുരുവായൂരപ്പൻ തൃപ്തിപ്പെടുമോ? ഉമ പൊട്ടിച്ചിരിച്ചുകൊണ്ട് കാറിലേക്ക് നടന്നുപോയി. അയാളുടെ കാലുകൾ ഇടറി. ആകാശത്തിൽ നക്ഷത്രങ്ങൾ വന്നു നിറഞ്ഞതായി അയാൾ മനസ്സിലാക്കി. പ്രിയ കൂട്ടുകാരെ, മാധവിക്കുട്ടിയുടെ ചേക്കേറുന്ന പക്ഷികൾ എന്ന കഥാസമാഹാരത്തിലെ ആദ്യത്തെ കഥ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് നൽകണം. പിന്നെ ഇതിൻ്റെ അടുത്ത കഥയുമായി ഞാൻ വരും വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വിടാം.